കുഞ്ഞമ്മ അമ്മയുടെ അനിയത്തി. അതെ 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 അതെ. ഞങ്ങൾക്കൊരു തീരാ ദുഃഖം. എൻ്റെ മോളും കുഞ്ഞും പോയി ഞങ്ങൾക്ക് തീരാ ദുഃഖം എന്നുവെച്ചാൽ ഞങ്ങൾ കണ്ടുപോലും കൊതി തീർന്നിട്ടില്ല എൻ്റെ മക്കളുമാരെ. കഴിഞ്ഞ പ്രാവശ്യം ചോറൂണ് നിതീഷിൻ്റെ അച്ഛൻ്റെ കുടുംബാമ്പലത്തിൽ വെച്ചായിരുന്നു. എന്ത് പറയും, നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് നീതി കിട്ടണം, അവർക്ക് അതിന് വേണ്ടി ശിക്ഷ കൊടുക്കണം. ഞങ്ങൾക്ക് അതാണ് വേണ്ടുന്നത്. ഞങ്ങളുടെ പൊടിക്കുഞ്ഞിനെയും മുഖാന്തരമില്ല, അവനും അവൻ്റെ ആൾക്കാർ മുഖാന്തരം ഞങ്ങൾക്ക് രണ്ടുപേരും നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇനി ഒരു പിള്ളേർക്ക് ഇത് വരരുത് ഈ അനുഭവം. നമുക്കിവിടെ നീതി കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കിട്ടണം അത്. അതെ അതെ അതെ, കിട്ടുമെന്ന് വിചാരിക്കുക. നീതി കിട്ടണമല്ലോ, നമുക്ക് നീതി കിട്ടണം. അത് എനിക്കറിയത്തില്ല. വാങ്ങിച്ചു. അതെന്ന് പറയുന്നത് അവർ ഡൈവേഴ്സ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം അവനാണ് അവകാശം. അപ്പം കുഞ്ഞിനെ അവന് പിന്നെ നമ്മൾ പിന്നെ തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തള്ളയെ കൂടെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ തർക്കിക്കാനും ഒന്നിനും പോയില്ല. ഞങ്ങൾക്ക് തള്ളയെങ്കിലും കിട്ടണമായിരുന്നു. അങ്ങനെ കിട്ടി. കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടിയല്ലേ അവളും മരിച്ചത്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ കിട്ടിയില്ല. ഇനിയിപ്പോൾ തള്ളയെങ്കിലും ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കേസൊന്നും കൊടുത്തില്ല. ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പോയി 2-2.5 മാസം ഞാൻ അവിടെ നിന്നായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു നിന്നത്. അന്ന് വലിയ വഴക്കായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ കുഞ്ഞിൻ്റെ ചവിട്ടിക്ക് അടിച്ച്. അതെന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും ഈ ബാത്റൂമിൽ കയറുമ്പോൾ ലൈറ്റ് അണച്ച് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോഴേ ഇവൻ എന്തോ വഴി വെച്ചങ്ങാണ്ടോ ഫോൺ ചെയ്ത് ദേഷിച്ചങ്ങാണ്ടോ വന്ന് ഈ കുഞ്ഞത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൻ ബാത്റൂമിൽ കയറിയപ്പോൾ മോള് ലൈറ്റ് അണച്ച്. അന്നേരം തന്നെ ലൈറ്റ് വിട്ടിട്ട് അവൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനായിട്ട് പോയി. ഇങ്ങോട്ട് വന്നില്ല, ചീറ്റപ്പുലിയുടെ കണക്ക് വന്ന് ലൈറ്റ് അണച്ച് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ ചൗക്കിറ്റ് നോക്കി ഒരു അടി കൊടുത്ത്. അന്നേരം അവൻ ചോദിച്ചാൽ എന്താ നിതീഷ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഇങ്ങനല്ലേ എന്ന് പറയാം. അന്നേരം അവൻ എന്തോ ഞാനിത് കണ്ട് ആകെ അങ്ങ് വരണ്ടേ, നമ്മളിത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പഴയ കണക്ക്. പിന്നെ ഒരു വഴക്കോ പ്രശ്നം ഒന്നും ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. അതെ 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 അതെ. പക്ഷേ എൻ്റെ സൗണ്ടും സംസാരമൊക്കെ വാസ്തവത്തിൽ ഞാനത് കണ്ട് ഞാൻ ദേഹം കുഴഞ്ഞു. എന്നുവെച്ചാൽ അതുമാതിരിയുള്ള സൗണ്ടായിരുന്നു അവൻ്റെ. നല്ലടിയായിരുന്നു. അവൻ്റെ ആ കൈവച്ച കുഞ്ഞിൻ്റെ ചൗക്കിറ്റിക്ക് നല്ല സുന്ദര 5 വിരലും പതിഞ്ഞ്. ഞാൻ പറഞ്ഞു വീട്ടിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞിനെ കൊണ്ട് ആണയിടിയിച്ച് ചെന്ന് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിഷമിക്കും. അത് സാരമില്ല, ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ഉള്ളതാണ്, ഈ തമാശ കളിക്കുന്നത്. പക്ഷേ ഇതെന്ത് പറ്റി അവനെങ്ങാണ്ട് ആർക്കാണ്ടോ ഫോൺ ചെയ്ത് ദേഷിച്ച് വന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് കുഞ്ഞ് പറഞ്ഞ്. പിന്നെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അല്ല, ആദ്യത്തെ കൊച്ചിനെ മോഷനായി അങ്ങനെയായിരുന്നു ഞാൻ പോയത്. അതെ അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.